അനിൽകുമാർ നമുക്കിപ്പം ചേരുന്നുണ്ട്. ശ്രീ അനിൽകുമാർ, അഡ്വക്കേറ്റ് അനിൽകുമാർ, ഈ വിഷയത്തിൽ CPM സർക്കാർ, സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും നിലപാട് മാറ്റി പറയുമോ കോടതിയിൽ? എന്താണ് ഇപ്പൊ നടക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് നിയമപരമായ യാതൊരു ധാരണയില്ലാത്തവരാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് പ്രത്യേകിച്ച് എന്തോ ചെയ്യാനുണ്ട് എന്ന തരത്തിലുള്ള ആഖ്യാനങ്ങൾ ഉണ്ടാക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ അനുസരിച്ച് ശബരിമലയിലെ സ്ത്രീ പുരുഷ തുല്യതാ വിഷയത്തിൽ ആചാരപരമായ അവിടെ നിലനിൽക്കുന്ന ഇപ്പോഴത്തെ നിലയാണോ അതോ മറ്റേതെങ്കിലും നില തുല്യതയുടെ ഭാഗമായി അവിടെ സ്വീകരിക്കേണ്ടതുണ്ടോ എന്ന നിയമപ്രശ്നം മാത്രമാണ് അവിടെ ഉള്ളത്. അത് കേന്ദ്ര സർക്കാരിന്റെയോ സംസ്ഥാന സർക്കാരിന്റെയോ ഏതെങ്കിലും നിലപാടിന്റെ ഭാഗമായിട്ടോ സത്യവാങ്മൂലത്തിന്റെ ഭാഗമായോ തീരുമാനിക്കപ്പെടുന്നതല്ല. അവിടുത്തെ നിലനിൽക്കുന്ന ആചാരങ്ങളിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ആചാരങ്ങളുടെ ഭാഗമായി ഇത്തരം കാര്യങ്ങളിൽ എന്താണ് പരിശോധിക്കപ്പെടേണ്ടത് എന്നതാണ് അന്വേഷിക്കുന്നത്. അല്ല, അതിലേക്കാണല്ലോ യുവതീ പ്രവേശന വിഷയം വരുന്നത്. അതെ, അത് ഒരു റിവിഷൻ അവർ തീരുമാനിച്ചിരിക്കുന്നിടത്തോളം സാഹചര്യത്തിൽ നൽകപ്പെട്ട തെളിവുകളാണ് പരിശോധിക്കുക. നൽകപ്പെട്ട തെളിവുകളല്ലാണ്ട് വേറെന്താണ് പരിശോധിക്കുക? നിങ്ങൾ എന്താണ് നമ്മൾ ധരിക്കേണ്ടത്? നൽകപ്പെട്ട തെളിവുകൾ എന്താണ്? ആ തെളിവ് മൂല്യം സംബന്ധിച്ച് റിവ്യൂ ആവശ്യമുണ്ടോ? എന്താണ് പരിശോധിക്കുന്നത്? തെളിവെടുപ്പുണ്ടോ? അവിടെ പുതിയ തെളിവുകൾ സ്വീകരിക്കുന്നുണ്ടോ? അല്ല, സുപ്രീം കോടതി ഇപ്പൊ ഒരു സമയക്രമവും അതെ അതില് 1953 റിവ്യൂ ഹർജികൾ കൊടുത്തിട്ടുണ്ട്. റിവ്യൂ ഹർജിയിൽപ്പെട്ടവർക്ക് പറയാൻ അവകാശം കൊടുത്തിരിക്കുന്നു. ഇത്രയല്ലേ ഉള്ളൂ. റിവ്യൂ ഹർജിയിൽ പറയാത്തവർക്കും അഭിപ്രായം പറയേണ്ടി, ബന്ധപ്പെട്ടവർക്ക് എല്ലാവർക്കും അഭിപ്രായം പറയേണ്ടി വരും. സ്വാഭാവികമാണ്. ദേവസ്വം ബോർഡ് അഭിപ്രായം പറയേണ്ടി വരും. ഞാൻ ചോദിക്കട്ടെ, റിവ്യൂ ഹർജിയിൽ എന്താണോ റിവ്യൂ ഹർജിയിൽ അവര് ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളാണ് ഇവിടെ കൈകാര്യം ചെയ്യുക. അത് നൽകപ്പെട്ട രേഖകളുണ്ട്. അതനുസരിച്ച് നിയമപരമായ തീരുമാനം എടുക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി, സുപ്രീം കോടതി തീരുമാനിച്ചു. അതല്ലാതെ പെട്ടെന്ന് എന്തോ കാര്യത്തിൽ ഇവിടെ നടക്കാൻ പോകുന്നു, തീരുമാനം എടുക്കാൻ പോകുന്നു എന്നൊരു ആഖ്യാനമൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് നല്ല നിലയ്ക്ക് പെട്ടെന്ന് നടക്കാൻ പോകുന്നു എന്നതല്ല, ഇതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി സംസ്ഥാന നടപടിക്രമങ്ങളുടെ ഭാഗമാണ് പറയുന്നത്. റിവ്യൂ എന്ന് പറയുന്നത് ലിമിറ്റഡ് പർപ്പസ് ആണ്. നിയമം ഞാൻ പറയുന്നത് റിവ്യൂ അധികാരം നിയമപരമായി വളരെ ലിമിറ്റഡ് ആണ്. നൽകപ്പെട്ടതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് റിവ്യൂ. റിവ്യൂവിന്റെ ബേസിക് പോയിന്റ് എന്ന് പറഞ്ഞാൽ നിയമപരമായി വീഴ്ചയുണ്ടോ, പ്രൊസീജിയറിൽ വീഴ്ചയുണ്ടോ, വിധിയിൽ വീഴ്ച ഓഫ് റെക്കോർഡ് എന്നല്ലേ റിവ്യൂവിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. അതായത് നിങ്ങൾ റെക്കോർഡുകൾ നോക്കുമ്പോൾ തന്നെ അതിന്റെ ഭാഗമായി ഇതാ നിയമവിരുദ്ധമായി കാര്യങ്ങൾ നടന്നിരിക്കുന്നു എന്ന് കണ്ടാൽ മാത്രമല്ലേ റിവ്യൂ ഉള്ളൂ. അത് പരിശോധിക്കപ്പെടട്ടെ, കോടതി തീരുമാനിക്കപ്പെടട്ടെ. അത് ഉണ്ടാകുമെന്നോ ഇല്ലെന്നോ നമ്മൾ മുൻകൂറായി പറയേണ്ട യാതൊരു കാര്യങ്ങളുമില്ല. അല്ല, അതൊന്നും തർക്ക വിഷയമല്ല. എൻ്റെ ചോദ്യം ഇതേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇതിൻ്റെ പാർട്ടികൾക്ക്, കക്ഷികൾക്ക്, ബന്ധപ്പെട്ട കക്ഷികൾക്ക് നിലപാട് പറയേണ്ടി വരും. അതിനകത്തൊരു രാഷ്ട്രീയം ഉണ്ടല്ലോ. കാരണം സംസ്ഥാന സർക്കാർ, താങ്കൾ ഉൾപ്പെടുന്ന പാർട്ടിക്ക് ഒരു നിലപാടുണ്ട് ഈ വിഷയത്തിൽ. ഒരു രാഷ്ട്രീയം പുതുതായി പറയേണ്ടതില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഞങ്ങള് അല്ലെങ്കിൽ കേരള സർക്കാർ കൊടുത്ത അവിടെ വീട്ടിൽ എന്താ പറയുന്നത്? ഹിന്ദുമത വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാരുടെ അഭിപ്രായം തേടണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? അത് വെച്ചൊരു കമ്മീഷൻ വെച്ച് പരിശോധിക്കണം എന്നല്ലേ ഞങ്ങൾ പറഞ്ഞത്? അതനുസരിച്ച് അനിവാര്യമായ ഒരു മതപരമായ ഒരു ആചാരമാണിത് എന്നുള്ള കാര്യമുണ്ടെങ്കിൽ അത് കണക്കിലെടുക്കണമെന്നല്ലേ പിണറായി സർക്കാർ കൊടുത്ത അവിടെ വിട്ട്? അതാരും വായിച്ചിട്ടില്ലേ? അല്ല, അത് നമ്മുടെ മുമ്പിലുള്ളത് നിങ്ങളാരും വായിച്ചിട്ടില്ലേ? മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ പരസ്യമായി നടത്തിയ പ്രസ്താവനകൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അഫിഡവിറ്റ് അവിടെ നിൽക്കട്ടെ, ചോദിച്ച കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ യുവതികൾ പ്രവേശിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അഫിഡവിറ്റിന്റെ സങ്കീർണത അവിടെ നിൽക്കട്ടെ. അപ്പോൾ ആ സ്റ്റാൻഡിൽ നിന്ന് മാറി പറയേണ്ടത് പച്ചക്കള്ളം പറയരുത് കേട്ടോ. പച്ചക്കള്ളം. മുഖ്യമന്ത്രി അപ്രകാരം ഒരു വാചകം പറഞ്ഞിട്ടില്ല. ആളുകൾക്ക് കുറെ നാൾ മുമ്പുണ്ടായ കാര്യമാകുമ്പോൾ അത് വെച്ചിട്ട് നിങ്ങളൊരു കള്ളം പറഞ്ഞാൽ അത് ഉണ്ടായിരുന്ന ആളുകൾ തെറ്റിദ്ധരിക്കും. സത്യത്തിലുണ്ടായത് ഒരു സുപ്രീം കോടതി വിധി വന്നപ്പോൾ ഭരണഘടന എന്ത് പറയുന്നു എന്നുള്ളതാണ് ചോദ്യം. അതിൽ തീരുമാനം ഉണ്ടാക്കണം എന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറത്ത് വല്ലതും ഉണ്ടോ? അല്ലാണ്ട് സ്ത്രീകൾക്ക് എന്താ കുഴപ്പമെന്ന് മുഖ്യമന്ത്രി ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ രാഷ്ട്രീയ വിരോധം ഉണ്ടെങ്കിൽ ഒരു മുഖ്യമന്ത്രിയൊക്കെ ഇങ്ങനെയാണ് അപമാനിക്കുന്നത്. ഞങ്ങളുടെ നിലപാട് ഇതാണ്. അഫിഡവിറ്റിൽ എഴുതിയ വാചകമാണ് ഞാൻ പറഞ്ഞത്. അവിടെ എസൻഷ്യൽ പ്രാക്ടീസ് ആണോ എന്ന കാര്യം
ഹിന്ദുമത വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാരുടെ ഒരു 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 കൂട്ട കമ്മീഷനെ വെച്ച് പരിശോധിച്ച് തീരുമാനം എടുക്കണം എന്നാണ് LDF കൊടുത്തേ അവിടെ വിറ്റ്. അത് വായിക്കാൻ ആർക്കും താല്പര്യമില്ല. ഓക്കെ, ഞാൻ ഈ റിവ്യൂ ഹർജിയുടെ നടപടിക്രമങ്ങളിൽ നിങ്ങളെ പൊളിറ്റിക്കലി പ്രതിസന്ധിയിലാക്കുന്ന ഒരു നീക്കവും കോടതിക്ക് മുന്നിൽ ഉണ്ടാവില്ല, അത്തരം പ്രതിസന്ധി ഉണ്ടാവില്ലെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ? അല്ലല്ല, ഞങ്ങൾക്കൊരു രാഷ്ട്രീയ പ്രതിസന്ധിയില്ല, ഞങ്ങൾക്കൊരു സത്യസന്ധതയുണ്ട്. ഞങ്ങൾക്ക് സത്യസന്ധതയുള്ളൂ, രാഷ്ട്രീയ പ്രതിസന്ധിയല്ല, സത്യസന്ധതയുള്ളത്. ശരി, എന്തായാലും അല്പസമയത്തിനുള്ളിൽ പി രാജീവ് നിയമമന്ത്രി മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ വിഷയത്തിൽ നിലപാട് പറയുമെന്ന് നമുക്ക് കരുതാം. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് വേണ്ടി നോക്കാം. BV അരുൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, മന്ത്രി മാധ്യമങ്ങളെ കാണുന്നത് ശബരിമല വിഷയത്തിൽ ഇന്നലെ അദ്ദേഹം പറഞ്ഞത് കോടതിയിലേക്ക് വരട്ടെ, എന്തിനാണ് ധൃതി എന്നതാണ്. പക്ഷേ ഇന്ന് വരുന്ന വ്യക്തത ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ആ സമയക്രമത്തിൽ ഏറെക്കുറെ സർക്കാരിന് നിലപാട് കോടതിയിൽ പറയേണ്ടി വരുമെന്നതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.